യഹസ്കേൽ പ്രവചനം 3:18. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചും കൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്യമാണിതെങ്കിലും ഓരോ ദൈവ പൈതലും എന്തിനു വേണ്ടി ഈ ലോകത്തിലായിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന അതിപ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത് പഠിപ്പിക്കുന്നത്. ചില യാഥാർത്ഥ്യങ്ങൾ ഈ വാക്യത്തിൽ കാണാം. ഒന്നാമത്, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം അയാൾ മരിക്കും എന്നാണ്. മരണമെന്നത് കേവലം ശാരീരിക മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, ദൈവവുമായി ബന്ധമില്ലാതെ എന്നേക്കും നരകശിക്ഷ അനുഭവിച്ച് കഴിയും. എന്നാൽ ഈ സന്ദേശം അവൻ ശരിയായി കേട്ടാൽ രക്ഷ പ്രാപിക്കാനുള്ള ഒരു വലിയ വഴിയും തുറന്നിട്ടിട്ടുണ്ട്. അത് അവൻ തൻ്റെ പാപമാർഗം ഉപേക്ഷിച്ച് ജീവമാർഗം സ്വീകരിക്കുക എന്നതാണ്. ഈ സന്ദേശം പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും അറിയിക്കാൻ ദൈവം ജീവരക്ഷ പ്രാപിച്ച ഓരോരുത്തരെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. രക്ഷ പ്രാപിച്ച ഓരോരുത്തരും തങ്ങളെപ്പോലെ മറ്റുള്ളവരും ആകണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി ദൈവത്തിൻ്റെ ഈ സന്ദേശം അറിയിക്കുകയും വേണം. ആത്മാർത്ഥമായി ഈ സന്ദേശം കൈമാറിയിട്ടും ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞതിനെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ഒഴികഴിവുകൾ പറയുകയോ ചെയ്താൽ അത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേവലം ഒരു ചടങ്ങായി ചെയ്യാനുള്ളതല്ല, ജീവിതം കൊണ്ട് അത് തെളിയിച്ച് അറിയിക്കേണ്ട സന്ദേശമാണ്. ഈ സന്ദേശം അറിയിക്കാതിരുന്നാൽ അറിയാത്തത് നിമിത്തം പാപത്തിൽ മരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാണന് നാം കണക്ക് കൊടുക്കണം. ലോകത്തുള്ള എല്ലാവരോടും സംസാരിക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ നമ്മോട് ഇടപഴകുന്നവർ, നമുക്ക് ഈ സന്ദേശം കൈമാറാൻ തക്ക സാഹചര്യത്തിലുള്ളവർ തുടങ്ങിയവരോട് പറയാതിരുന്നാൽ അത് ഗുരുതരമായ തെറ്റാണ്. ആത്മഭാരത്തോടെ ഈ സന്ദേശം അറിയിക്കാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.